2 ദിവസം നമ്മയൊക്കെ വളരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ടി വിയിലൂടെയൊക്കെ ലൈവായി സംപ്രേഷണം ചെയ്തിരുന്നത്. അത് മറ്റൊന്നുമല്ല, ആലിൻ ഷെറിൻ അബ്രഹാം എന്ന ഒരു കുഞ്ഞു മാലാഖയുടെ ഫ്യൂണറൽ സെറിമണിയൊക്കെയാണ്. ആദ്യം ഈ ആലിൻ ഷെറിൻ അവയവദാനം നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് ഈ കുട്ടിയുടെ മരിച്ച പെൺകുട്ടി ഒരു യുവതിയായിരിക്കും, അല്ലെങ്കിൽ ഒരു യുവാവോ യുവതിയായിരിക്കും എന്നാണ് കരുതിയത്. അവർ നേരത്തെ തന്നെ സമ്മതപത്രമൊക്കെ കൊടുത്തതിന് ശേഷം ആയിരിക്കാം മരണപ്പെട്ടത്. ആക്സിഡൻറ്റിന് ശേഷം സമ്മതപത്രം കൊടുത്തു എന്ന് അറിഞ്ഞതുകൊണ്ടായിരിക്കാം സർക്കാർ അത്തരം നടപടിയിലേക്കൊക്കെ കടന്നത് എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. കാരണം 2 ദിവസത്തെ വാർത്ത ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴാണ് ഇങ്ങനെ കുഞ്ഞു മാലാഖ എന്ന് എഴുതി കണ്ടത്. കേവലം 1 വയസ്സിൽ താഴെ, 1 വയസ്സോ 1 വയസ്സിൽ താഴെയോ മാത്രമുള്ള ഒരു കുഞ്ഞ് അപകടത്തിൽ മരണപ്പെടുകയും ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു. ചിലപ്പോൾ ഈ കുറച്ചധികം ദിവസങ്ങൾ മരണവുമായി കുട്ടിയുടെ രക്ഷിതാക്കൾ മല്ലിട്ടിട്ടുണ്ടാവാം. കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ നടത്തിയിട്ടുണ്ടാവും. പറ്റില്ല എന്ന് ഉറപ്പായതുകൊണ്ട് അവരെടുത്ത തീരുമാനമായിരിക്കാം. അപ്പോൾ ഫ്യൂണറൽ സെറിമണി നമ്മൾ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ വേദന തോന്നി, ഭയങ്കരമായിട്ട് വേദന തോന്നി. കാരണം ഒരു ഇല ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുമല്ല കുറച്ച് ദിവസം ഒന്ന് ഒരു ആശുപത്രിയിൽ കൂട്ടിരിപ്പിന് പോയിട്ടുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ ഒരു ശുപാർശക്കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരാൾക്കൊരു ജോലിക്ക് വേണ്ടി ഒരു ശുപാർശക്കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുമല്ല കുറച്ച് സ്നേഹം, വളരെ ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ സമയത്തെ മറികടക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ പ്രണയം കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രണയം കൊടുക്കുമ്പോൾ ഇരുകൂട്ടരും ആ പ്രണയം എൻജോയ് ചെയ്യാണ്. കിട്ടുന്നവരും വാങ്ങുന്നവരും ആ പ്രണയം എൻജോയ് ചെയ്യുന്നുണ്ട്. ആ സമയം വളരെ മനോഹരമാണ് ഇരുകൂട്ടർക്കും. പക്ഷെ അവിടുന്ന് പോയി ആ പ്രണയത്തിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അതിന് കണക്ക് പറയും. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കണക്ക് പറഞ്ഞ് ഈ കാമുകനെയോ കിട്ടില്ല, പൊസഷൻ എന്ന വിപത്ത് ബാധിച്ചിട്ട് കൊലപ്പെടുത്തുന്നത് കാണാം, അല്ലെങ്കിൽ വഞ്ചിക്കുന്നത് കാണാം. എല്ലാത്തിൻ്റെയും കണക്ക് പറഞ്ഞിട്ട് ഉപാധികൾ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യമാണ് ലോകത്ത്. അത്തരം ഒരു അവസ്ഥയിൽ, അങ്ങനെ ഒരു ലോകത്ത് സ്വന്തം കുഞ്ഞിൻ്റെ അവയവം പല കുഞ്ഞുങ്ങൾക്കായി ദാനം ചെയ്യുക എന്നൊരു തീരുമാനത്തിൽ ഒരു അച്ഛനും അമ്മയും എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര കാര്യമല്ല. കാരണം അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ, അതുമായി അതിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കാം. അവിടെ അവർ മനസാന്നിധ്യം കാണിച്ച് അവർ കുഞ്ഞിൻ്റെ അവയവങ്ങളെല്ലാം തന്നെ ആവശ്യമുള്ള മറ്റു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത്രയും അവർക്ക് ആ കുഞ്ഞിനോട് സ്നേഹമുണ്ട്. അവർ പൈസയ്ക്കൊന്നുമല്ലല്ലോ കൊടുക്കുന്നത്. ചില ആനുകൂല്യങ്ങൾ, മെഡിക്കൽ ആനുകൂല്യങ്ങളൊക്കെ സർക്കാർ ഇത്രക്കാർക്ക് കൊടുക്കാറുണ്ട് എന്നല്ലാതെ 10 പൈസ കൊടുക്കില്ല. അത് ഇന്ത്യൻ നിയമം അനുസരിച്ച് അവയവം ദാനം ചെയ്ത് കാശ് വാങ്ങുന്നത് ക്രിമിനൽ ഒഫൻസാണ്. അങ്ങനെ കാശ് വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ പലർക്കും കൊടുത്തു എന്നാണ് പറയുന്നത് കുഞ്ഞിന്. അപ്പോൾ ആ അച്ഛനും അമ്മയും സാധാരണ മനുഷ്യന്മാരെ പോലെ നടക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ആ അമ്മ ഒരു കൂസലില്ലാതെ ഇരിക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ ചോട്ടിൽ വന്നിട്ടുള്ള കൊമൻസ്, പരാമർശങ്ങൾ. ആ അമ്മയെ ബുളി ചെയ്യാണ്, സൈബർ ബുള്ളിങ് നടത്തുകയാണ്. ഇവരൊരു അമ്മയാണോ? ഇരിപ്പ് കണ്ടോ? എന്താ ചെയ്യാൻ മരിച്ച അവരെ പ്രായോഗിക ബുദ്ധി മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ? അവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഓരോ സമയത്തും അവർക്കിനി
ആ അത് ഹോണ്ട് ചെയ്യില്ലേ? ആളുകളുടെ മുന്നിൽ ചിലപ്പോൾ പകച്ചു പോവാണ്. പ്രൈവസി ഇല്ല. നമ്മുടെ ദുഃഖങ്ങളൊക്കെ പ്രൈവസിയിൽ എക്സ്പ്രസ് ചെയ്യേണ്ടതല്ലേ? അതോ അതാണ് ചിലരിങ്ങനെ അലമുറിയിട്ട് കരയുന്നു. അത് ഓരോരുത്തരും ഓരോ ഇതിപ്പോൾ ആക്സിഡൻറ്റ് കഴിഞ്ഞ് കുറച്ച് ദിവസമായി കുറേ കരഞ്ഞ് തീർത്തിട്ടുണ്ടാവാം. പിന്നെ അവർ അതിനെ അക്സെപ്റ്റ് ചെയ്യാണ്, അതിനെ അങ്ങോട്ട് അംഗീകരിച്ച് ഇനി എൻ്റെ കുഞ്ഞിനെ മരിക്കാൻ വിടുന്നില്ല. ആ കുഞ്ഞിൻ്റെ കണ്ണ് എനിക്ക് കാണാം, ആ കുഞ്ഞിൻ്റെ ഹൃദയം എനിക്ക് കേൾക്കാം വേറെ ആ കുഞ്ഞിനെ കാണുമ്പോൾ. അങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്ത ഒരു സ്ത്രീനെ പറയുന്ന ഭാഷ കാണണം അതിൻ്റെ ചോട്ടിലെ കമൻസൊക്കെ. ഇവരൊരു അമ്മയാണോ എന്നുള്ളത്. പിന്നെ എന്താ ചെയ്യുക? ആ സ്ത്രീ തലകുത്തി നിൽക്കണോ? നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കണോ? അവരെന്തിനാ കരയുന്നത്? അവരുടെ മക്കള് അവരത്രയും വലിയൊരു കർമ്മം ദൈവത്തിനോടൊപ്പം ചേർന്ന് നിന്നു. ആ മകൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആദരാണ്. അതായത് ഇനി മതവിശ്വാസികളുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് തന്നെ ആ കുഞ്ഞിന് ഇരിപ്പിടം കിട്ടിയിട്ടുണ്ട്. ഭൂമിയിൽ നല്ലൊരു മാതൃകയായിട്ടുണ്ട്. ഇത്രയൊക്കെയല്ലേ വേണ്ടൂ ഒരു അമ്മയ്ക്ക് ചെയ്യേണ്ടത്? ഒരമ്മ ഒരു മരണാനന്തര കാര്യം കുറേ കാശ് കൊടുത്തിട്ട് സാധാരണ ആൾക്കാർ നടത്തുന്ന പോലെ സദ്യ കൊടുത്ത് ജനങ്ങളെ കൊട്ടിഘോഷിച്ച് അറിയിച്ച് വിരുന്ന് കൊടുത്ത് അതൊന്നുമല്ല ചെയ്യുന്നത്. അവരവർ വേണ്ടവർക്ക് ഇനി അവർ കാശ് സർക്കാർ ഇടപെട്ടിട്ടുള്ളതാണ്. കാശൊന്നും അവർക്ക് മേടിക്കാനൊന്നും പറ്റില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. എൻ്റെ പരിമിതമായ അറിവനുസരിച്ച് ഞാൻ പറയാണ്. ഇനി അത്രയും ആൾക്കാർ കാശ് ലക്ഷങ്ങൾ തന്നാലും എൻ്റെ കിഡ്നി ഞാൻ കൊടുക്കുമോ? പിന്നെ ഞാനതോടൊപ്പം രോഗിയാവുകയാണ് ഞാൻ ചെയ്യണത്. നാലാൾക്കാർ നന്നായി പോട്ടെ എന്നും മരിക്കുന്ന വ്യക്തികൾ ആരും തന്നെ ചിന്തിക്കുന്നില്ല. വല്ല വിഷം കഴിച്ച് മരിക്കുമ്പോൾ എല്ലാം ഡാമേജ്ഡ് ആവും. അത്രയും സ്വസ്നേഹികളാണ്. കാരണം എനിക്ക് കഷ്ടപ്പാട് സഹിക്കാൻ പറ്റില്ല, അപ്പം എനിക്ക് ജീവിക്കണ്ട. എനിക്ക് അപമാന ഭയമുണ്ട്, അപ്പം എനിക്ക് ജീവിക്കണ്ട. എനിക്ക് കടം കയറി നാളെ എനിക്ക് എന്താ നല്ലത് വരിക എന്നതിനെക്കുറിച്ചൊരു പ്രത്യാശ പോലും വെക്കാതെ നാളെ ഇല്ല എന്നുള്ള രീതിയിൽ എൻ്റെ മാനം, എൻ്റെ മാനാഭിമാനങ്ങൾ, എൻ്റെ ഭയം, എൻ്റെ കൺസേൺസ്, എൻ്റെ ആകുലത ഒക്കെ അത് മാത്രമാണ് ചിന്തിച്ച് അത്തരം സ്വസ്നേഹികളാണ് സമൂഹത്തിൽ കൂടുതലും. അവർ ഉടനെ ചിലപ്പോൾ ഹാങ് ചെയ്യും, ചിലപ്പോൾ വിഷം കഴിച്ചു മരിക്കും. എന്നാൽ എന്നെക്കൊണ്ട് ഉപകാരമുള്ള സംഗതി കുറച്ച് നടത്തട്ടെ എന്നൊന്നും അല്പം ഘനമുള്ളൊരു മരണം ഉണ്ടാവട്ടെ. ഘനമുള്ള മരണം പ്രതീക്ഷിച്ചുകൊണ്ടല്ല സൽക്കർമ്മം ചെയ്യേണ്ടത്. പക്ഷേ സൽക്കർമ്മം ചെയ്യുമ്പോൾ ഘനമുള്ള മരണം വന്നു ചേർന്നേക്കാം, ഉറപ്പൊന്നുമില്ല. പക്ഷേ ഈ കുഞ്ഞിന് നല്ല ഘനമുള്ള മരണം തന്നെയാണ് വന്നു ചേർന്നേക്കുന്നത്. സൽക്കർമ്മങ്ങളെയാണ് നമ്മൾ ഗ്ലോറിഫൈ ചെയ്തത് ഇവിടെ. സൽക്കർമ്മം ചെയ്യുമ്പോൾ അതിനെ പ്രകീർത്തിക്കപ്പെടേണ്ടത് എന്നൊരു സന്ദേശം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സുരേഷ് ഗോപി വന്ന് പറയുന്നുണ്ട്, ഞാൻ സമാന ദുഃഖം അനുഭവിച്ച ഒരു അച്ഛനാണ്. അയാളുടെ മൂത്ത മകള് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അയാളിപ്പം അതിൻ്റെ പേരിൽ ട്രസ്റ്റ് കൊടുത്ത് കുറേ നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ എത്രയോ വലിയ കർമ്മമാണ് ഇപ്പോൾ ചെയ്തത്. 5 കുട്ടികൾക്കാണ് ജീവിതം കൊടുത്തേക്കുന്നത്. തെളിഞ്ഞ ആകാശം കാണാനും, പക്ഷികൾ പറക്കുന്നത് കാണാനും, പൂക്കൾ വിരിയുന്നത് കാണാനും, ജീവിതത്തിലെ സ്വന്തം അമ്മയെ കാണാനും, അച്ഛനെ കാണാനും, ഇഷ്ടമുള്ളവരുടെ മുഖം കാണാനുമുള്ളൊരവസരം, നല്ല പാട്ട് കേൾക്കാനും, അതേപോലെ തന്നെ പക്ഷികളുടെ കുരുവികളുടെയും ശബ്ദം കേൾക്കാനും കളകളാരവം കേൾക്കാനും ഒക്കെ ഉള്ള അവസരം. അതേപോലെ തന്നെ ഹൃദയം തകരാറ് ഉള്ള ഹൃദയം അങ്ങനെ അത് സ്വീകരിച്ച ആൾക്കാരുടെ കണ്ണിൽ കൂടെ തൻ്റെ മകൾ കാണുകയും അവരുടെ ഹൃദയമിടിപ്പിലൂടെ ആ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് അനുഭവിക്കാനും ആ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞിനെ ഫോറെവർ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കാൻ അവർക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് അവർ അല്ലെങ്കിൽ നിസ്സംഗരായിട്ടോ അല്ലെങ്കിൽ പൊട്ടി കരയോ ചെയ്യാത്തത്. അവരുടെ മകളുടെ ഭാഗങ്ങൾ ഈ ലോകത്ത് അവർ മരിക്കുന്നവരെ അവിടെ യൂണിവേഴ്സിലുണ്ട്. അത് കാണുമ്പോൾ ഏതച്ഛനും അമ്മയ്ക്കും സ്വാഭാവികമായും മകൾ നഷ്ടപ്പെട്ടു ഫോറെവർ എന്നൊരു തോന്നലേ ഉണ്ടാവുന്നില്ല. അപ്പോൾ അത്രയും മഗ്നാനിമസ് ആയിട്ടുള്ള മനുഷ്യർക്ക്, അത്രയും ഹൃദയവിശാലതയുള്ള മനുഷ്യർക്ക് ഈ നെഞ്ചത്തടി കരച്ചിൽ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ജീവിതം വളരെ സുഖദുഃഖങ്ങളെ ഒരേപോലെയാണ് കാണുന്നുണ്ടാവുക. അത്തരം ഉയർന്ന രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നത്. അവരുടെ മകൾ
ടെ കണ്ണുകളുണ്ട് ഭൂമിയിൽ, അവരുടെ മകളുടെ ഹൃദയമുണ്ട് ഭൂമിയിൽ, അവരുടെ മകളുടെ വൃക്കയുണ്ട്, കരളുണ്ട്. പിന്നെ മകളുടെ ശരീരം മാത്രമാണ് പോയിട്ടുള്ളത്. പക്ഷെ ഇക്കണ്ട ആളിലൂടെ ഈ ഈ സ്വന്തം മകളുടെ ഓരോ പാർട്സ് കാണാൻ ഏത് അച്ഛനും അമ്മയ്ക്ക് സൗഭാഗ്യം ഉണ്ടാവുക? അതിന് ഹൃദയവിശാലത വേണം. അതിന് കരഞ്ഞില്ല, മുഖത്ത് മ്ലാനതയില്ല, ദുഃഖമില്ല, വേഷം കെട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്കൊന്നും അത്തരം മഹത് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവരെ ഡിമോറലൈസ് ചെയ്യാനും അവരെ സൈബർ ബുള്ളിങ് നടത്താനും നടക്കണ്ട. 10 ജന്മം ജനിച്ചാലും ആ രക്ഷിതാക്കളുടെ ഔന്നിത്യം ആർക്കും ഉണ്ടാകാനും പോകുന്നില്ല. നന്ദി, നമസ്കാരം.